കുട്ടികൾക്കും സുഖസാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള ട്രിഗണോമെട്രി എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ആംഗിൾ മെഷറിനെ കുറിച്ചാണ്. രണ്ട് ടൈപ്പ് ആംഗിൾസുകളുണ്ട്. ഒന്ന് ഡിഗ്രി മെഷർ, രണ്ടാമത്തേത് റേഡിയൻ മെഷർ. ഇതൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങി കാണും. ചില കുട്ടികൾക്കൊക്കെ മനസ്സിലാവുമെങ്കിലും ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത് ചിലപ്പോൾ അത്ര എളുപ്പം പിടികിട്ടാറില്ല. ഇനി അങ്ങോട്ട് പിടി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. കാരണം ഫോർമുലാസുകൾ അങ്ങോട്ട് വരുന്നവർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫോർമുലാസുകളെല്ലാം ഒറ്റയടിക്ക് നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ഫോർമുലയാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പ്രയാസമാകുന്ന ഒരു ചാപ്റ്ററായിട്ട് മാറുന്നത്. അല്ലാതെ ട്രിഗണോമെട്രി വലിയ പ്രശ്നക്കാരൊന്നും അല്ല. പക്ഷെ നമുക്കതൊരു പരിചയത്തിൻ്റെ പുറത്ത് കുറേ നാളൊന്ന് പഠിക്കുമ്പോഴത്തേക്കാണ് ഇതിനെ നമുക്കൊന്നും നല്ല രീതിയിൽ കൂടെ ഒന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്. അപ്പോൾ എന്തായാലും പഠിച്ചേ പറ്റൂ. മാർക്ക് കൂടുതലാണ്, ഇത്തിരി വെയിറ്റേജ് കൂടുതലുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസുകളും കഴിഞ്ഞ വർഷമൊക്കെ ഇത്തിരി ടഫായിട്ടുള്ളതാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, മീൻസ് റേഡിയൻ മെഷറിൽ നിന്നും ഡിഗ്രി മെഷറിലോട്ട് മാറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ നമുക്ക് നോക്കിക്കേ, ഇപ്പോൾ y റേഡിയൻ തന്നു. റേഡിയൻ്റെ മണ്ടയ്ക്ക് അറിയാമല്ലോ, റേഡിയന് വേണ്ടി ഡിനോട്ട് ചെയ്യുന്നത് സി പോലാണേ. അപ്പോൾ y റേഡിയനെ നമുക്ക് ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ y ഇൻറ്റു 180/π കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇൻറ്റു ചെയ്യുമ്പോൾ അത് എങ്ങോട്ട് മാറി മോനെ? ഡിഗ്രിയിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ തന്നിട്ടുള്ള റേഡിയനെ 180/π കൊണ്ട് ഇൻറ്റു ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ വി ഗെറ്റ് ദ ഡിഗ്രി കറസ്പോണ്ടിങ് ടു ദ റേഡിയൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കിക്കാം. ഇപ്പോൾ 2π/3. ഈ 2π/3 എന്ന് പറയുന്ന ഈ റേഡിയൻ എത്ര ഡിഗ്രിയാണ്? ഒരാൾ ചോദിച്ചു, അത് എത്ര ഡിഗ്രി? ഇത് റേഡിയനാണ്. ഈ റേഡിയൻ എന്ന് പറയാൻ എത്ര ഡിഗ്രിയാടാ? എളുപ്പമാണ്. ആൻസർ ചെയ്യുന്നത് ഈ 2π/3 എഴുതിയ ശേഷം ഒരു 180/π കൊണ്ട് ഇൻറ്റു ചെയ്യുക. പൈ അങ്ങോട്ട് ക്യാൻസൽ ആവും. ഈ 3 കൊണ്ട് 180 കട്ട് ചെയ്യാം. അപ്പോൾ എത്ര? 60 ആണ്. അപ്പോൾ 2 × 60 ഉണ്ടല്ലോ. 2 × 60 ആൻസർ ആരാണ്? 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള ക്ലാസ് കിട്ടി ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 120 ഡിഗ്രിയാണ് നമുക്ക് 2π/3 എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി മെഷർ. അപ്പം ഇത് റേഡിയൻ, ഇതതിൻ്റെ ഡിഗ്രി. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ 11/16 റേഡിയൻ എന്നുള്ളതിന് നമുക്ക് ഡിഗ്രിയിലോട്ടൊന്ന് മാറ്റണം. അപ്പോൾ എന്താ ചെയ്യണം നോക്കിക്കോ. 11/16 ഇൻറ്റു 180/π. കഴിഞ്ഞ പ്രവർത്തനത്തിൽ പൈ വെട്ടിപ്പോകുമായിരുന്നു അല്ലേ? പൈ വെട്ടിപ്പോകും. ഇവിടെ പൈ വെട്ടിപ്പോകാനുണ്ടോ മോനെ? ഇവിടെ ഈ പൈ പോലെ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് 11/16 ഇൻറ്റു 180/πക്ക് പകരം 22/7 എന്ന് നമുക്ക് കൊടുക്കണം. ഓക്കെ, 22/7 ദാറ്റ് ഈസ് 11/16 ഇൻറ്റു 180 ഇൻറ്റു 7/22. നിങ്ങൾക്കറിയാം ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ റെസിപ്രോക്കലും കൊണ്ട് ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കുകയാണെങ്കിൽ ഈ 22ഉം 18 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്താൽ 2 × 11 ആണ് 22. 2 × 90 ആണ് 180. അത് ഓക്കെ ആയി. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവരെ തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ 11 ഒക്കെ കറക്റ്റായിട്ട് വെട്ടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ നമ്മളെന്തിനാ ഇല്ലേ? ഓക്കെ, അതും പോയി. നെക്സ്റ്റ് 16ഉം 90യും നമുക്ക് ആദ്യം നമുക്കൊന്ന് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 ഉണ്ടാകുമ്പോൾ എത്ര ആണ്? 8 ആണ്. ഇത് 2 ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 45 ആണ് അല്ലേ? അപ്പോൾ 45 × 7/8 അതാണ് നമ്മുടെ ഫൈനൽ. അപ്പോൾ 7 × 45 35. ഓക്കെ, 35 ആയി. 3 28 315/8. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. 315/8. അപ്പോൾ 315/8 എന്ന് പറയുമ്പോൾ നോക്കിക്കോ, 8 കൊണ്ട് എത്ര ടൈംസ് കിട്ടും മോനെ? 31ൽ 8 കൊണ്ട് 3 ടൈംസ്. അപ്പോൾ 8 × 3 എത്രയാണ്? 24. 75 39 72 3. അപ്പോൾ ബാക്കി അപ്പോൾ എത്ര ഉണ്ട് മോനെ? 3 ഡിഗ്രി ഉണ്ട് അല്ലേ? 3 ഡിഗ്രിയെ നമുക്ക് ഒരിക്കലും പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ഡിഗ്രിയെ നിങ്ങൾ, ഇത് റിമൈൻഡറാണ് 3 ഡിഗ്രി വന്നേക്കുന്നത്. ഈ 3 ഡിഗ്രിയെ നിങ്ങൾ മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ 3 × എത്രയാണ്? 60. ആൻസർ ഈസ് 180 മിനിറ്റിലോട്ട് മാറി. അപ്പോൾ 3 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നതിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ 3 ഡിഗ്രിയെ നിങ്ങൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 3 × എത്രയാണ്? 60. മിനിറ്റ് ആകുമ്പോൾ 180. ഓക്കെ, എഗെയിൻ നിങ്ങൾ ഈ 180യെ നിങ്ങൾ പിന്നെയും എഗെയിൻ ആരും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 8 × 2 എത്രയാണ് മോനെ? 16 ആണ്. റിമൈൻഡർ 2 20. പിന്നെ 8 × 2 എത്രയാണ്? 16 ആണ്. റിമൈൻഡർ 32. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം എത്ര കിട്ടിയത് മോനെ? 39 ഡിഗ്രി ആയിരുന്നു ആദ്യം കിട്ടിയത് അല്ലേ?
30 ഡിഗ്രി കിട്ടി. ബാക്കി കിട്ടി 3യെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മിനിറ്റിലോട്ട് മാറ്റി. അതിനെ ഡിവൈഡ് ചെയ്താൽ ബാക്കി എത്ര നോക്കിക്കുക, കംപ്ലീറ്റ് ആയിട്ട് എത്ര മിനിറ്റ് കിട്ടി? 22 മിനിറ്റ് കിട്ടി. പിന്നെയും ബാക്കി മിനിറ്റ് ഉണ്ട്. ഈ മിനിറ്റിനെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ്സിലോട്ട് മാറ്റാം. ഇതുകൊണ്ട് ഇങ്ങനെ 2 മിനിറ്റ് ഈസ് ഈക്വൽ ടു 2 × 60 സെക്കൻഡ്സ്. എഗെയിൻ 120 സെക്കൻഡ്സിനെ പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ സെക്കൻഡ്സ് കൂടെ എഴുതാം. വേണ്ട, ഇത്രയൊക്കെ തന്നെ എഴുതിയാൽ സന്തോഷം. അപ്പോൾ എളുപ്പം ഒന്നുകൂടെ പറയാം. 11/16 ഈസ് 11/16 × 180/π. ഓക്കെ, അത് നമുക്ക് ഡിഗ്രിയിലോട്ട് മാറി. പൈക്ക് വരും 22/7 കൊടുത്തു. റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്തു. കട്ട് ചെയ്തെല്ലാം അവിടെ ആകെ പ്രശ്നം നടക്കുന്നു. അവസാനം എല്ലാം കൂടെ സിമ്പിൾ ചെയ്യുമ്പോൾ 315/8 എന്ന് കിട്ടി. 315 ഡിഗ്രിയെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യണേ, കാൽക്കുലേറ്റർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 39 കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ബാക്കി റിമൈൻഡർ 3 ഡിഗ്രി കിട്ടി. ഈ 3 ഡിഗ്രി 8 കൊണ്ട് പറ്റാത്തത് കൊണ്ട് 3യെ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിറ്റിലോട്ട് മാറ്റാൻ. 3 × 3 = 180 മിനിറ്റ്. എഗെയിൻ 180 മിനിറ്റിനെ പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കേ 22 മിനിറ്റ്സ് കിട്ടി. ബാക്കി റിമൈൻഡർ പിന്നെ 2 മിനിറ്റ് കിട്ടി. 2 മിനിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2 കൊണ്ട് നമ്മൾ 60 സെക്കൻഡ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 120 സെക്കൻഡ്സ് ആയി. എഗെയിൻ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 120 സെക്കൻഡ്സിനെ പിന്നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സെക്കൻഡ്സ് എഴുതാം. അത്ര അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നോണം. നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ടിരിക്കും. ടഫായിട്ടുള്ള ക്വസ്റ്റ്യനെ പല കുട്ടികളും വിടും. അതുകൊണ്ട് എക്സാമിനേഷൻ പ്രശ്നമാവും. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഗുഡ് ബൈ.